നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തനിക്കെതിരെ ഉയർന്ന രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം കിട്ടിയതോടെ ഒളിവിലായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പുറത്തേക്ക് വരാൻ വഴിതെളിഞ്ഞു. ആദ്യത്തെ ബലാത്സംഗ കേസ് പരിഗണിക്കുന്ന തിങ്കളാഴ്ച വരെ രാഹുലിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരുന്നു. ഇതോടെയാണ് രാഹുലിന് പുറത്തിറങ്ങാൻ സാധ്യത തെളിഞ്ഞത്. രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച നടക്കുന്ന രണ്ടാംഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ട് കുന്നത്തൂർമേട്ടിലുള്ള ബൂത്തിൽ രാഹുൽ വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് സൂചന. രാഹുലിനെ അറസ്റ്റ് ചെയ്യാനായാൽ അത് തെരഞ്ഞെടുപ്പിൽ ആഘോഷമാക്കാമെന്ന് കരുതിയിരുന്ന ഭരണപക്ഷത്തിന്റെ പ്രതീക്ഷയ്ക്ക് ഇതോടെ മങ്ങലേറ്റു. എങ്കിലും വോട്ട് ചെയ്യാനെത്തുന്ന രാഹുലിനെതിരെ ഇടതുപക്ഷം പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് രാഹുലിന് രണ്ടാം കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചത്. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 10-നും 11-നും ഇടയ്ക്ക് അന്വേഷണ ഉദ്യോഗസ്ഥയ്ക്ക് മുന്നിലെത്തി ഒപ്പിടണം. രാഹുലിനെ അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടണം, രാജ്യം വിടരുത് എന്നിങ്ങനെയാണ് ഉപാധികൾ. അതേസമയം രാഹുലിനെതിരെ പോലീസ് കൂടുതൽ വകുപ്പുകൾ ചുമത്തി. പിന്തുടർന്ന് ശല്യപ്പെടുത്തുക, തടഞ്ഞു വെക്കുക, അതിക്രമിച്ചു കയറുക എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. കേരളത്തിന് പുറത്ത് താമസിക്കുന്ന 23-കാരി KPCC അധ്യക്ഷന് നൽകിയ പരാതിയിലാണ് കേസ്. KPCC അധ്യക്ഷൻ പരാതി പോലീസിന് കൈമാറിയിരുന്നു. വിവാഹ അഭ്യർത്ഥന നടത്തി കൂട്ടിക്കൊണ്ടുപോയി ഹോം സ്റ്റേയിൽ ക്രൂരമായി പീഡിപ്പിച്ചുവെന്നാണ് കേസ്. ഇതിനിടെ നടിയെ ആക്രമിച്ചെന്ന കേസിൽ കോടതി വെറുതെ വിട്ട നടൻ ദിലീപിനെ സിനിമാ സംഘടനകളിലേക്ക് തിരികെ പ്രവേശിപ്പിക്കാനുള്ള നീക്കങ്ങൾ കൂടുതൽ ഊർജിതമായി. ദിലീപിനെ സംഘടനകളിലേക്ക് തിരികെ എടുക്കുന്നതിനെതിരെ ഒറ്റപ്പെട്ട ചില പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിലും കാര്യമാക്കേണ്ടതില്ല എന്നാണ് സംഘടനാ നേതൃത്വങ്ങളിലെ പൊതുവികാരം. കോടതി കുറ്റം തെളിയാതെ വെറുതെ വിട്ട ഒരാളെ എന്ത് കാരണം പറഞ്ഞ് ഇനി പുറത്തു നിർത്തുമെന്നതാണ് സംഘടനകളെ പ്രതിസന്ധിയിലാക്കുന്ന ചോദ്യം. അതിനാൽ വരും ദിവസങ്ങളിൽ തന്നെ ദിലീപിനെ സിനിമാ സംഘടനകളിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള നടപടി ഊർജിതമാകും. 2 ബലാത്സംഗ കേസിൽ പ്രതിയാക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കേസിൽ മുൻകൂർ ജാമ്യം നേടുകയും മറ്റൊരു കേസിൽ അറസ്റ്റ് തടയപ്പെടുകയും ചെയ്ത് പുറത്തിറങ്ങാൻ വഴിതെളിയുമ്പോൾ രാഹുലിന് പിന്തുണയുമായി സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയ രാഹുൽ ഈശ്വർ ഇപ്പോഴും അകത്തു തന്നെ. പ്രതിയാക്കപ്പെട്ടയാൾ പുറത്തിറങ്ങിയാലും പ്രതിയെ പിന്തുണയ്ക്കാനെത്തിയ ആൾക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല എന്ന സ്ഥിതിയിലാണ് കാര്യങ്ങൾ. രാഹുലിനെതിരെ ആരോപണം ഉയർന്ന ഘട്ടത്തിൽ പരസ്യമായി രാഹുലിനെ പിന്തുണച്ചുകൊണ്ടും പരാതിക്കാരെ വിമർശിച്ചുകൊണ്ടും രാഹുൽ ഈശ്വർ രംഗത്തിറങ്ങിയിരുന്നു. ഇതേ തുടർന്ന് പരാതിക്കാരിയെ അധിക്ഷേപിച്ചു, ഇരയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തി തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് രാഹുൽ ഈശ്വറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതിനിടെ ജയിലിൽ നിരാഹാരവും തുടങ്ങി. ജാമ്യഹർജി സമർപ്പിച്ചപ്പോൾ കടുത്ത വിമർശനം നേരിട്ടതോടെയാണ് രാഹുൽ ഈശ്വർ നിരാഹാരം നിർത്തിയത്. പ്രഥമ സവർക്കർ പുരസ്കാരം ശശി തരൂർ MP നിരസിച്ചത് BJPക്കും RSSനും കനത്ത തിരിച്ചടിയായി. അവാർഡ് സ്വീകരിക്കില്ലെന്ന് MPയുടെ ഓഫീസ് അറിയിച്ചു. എന്നാൽ അവാർഡ് ദാനത്തിന് തരൂർ എത്തുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് സംഘാടകരുടെ അവകാശവാദം. സംഘപരിവാർ പിന്തുണയുള്ള HRDS ഇന്ത്യയാണ് പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുമെന്നായിരുന്നു അറിയിപ്പ്. എന്നാൽ പ്രഥമ പുരസ്കാരം തന്നെ നിരസിക്കപ്പെട്ടത് സംഘപരിവാർ കേന്ദ്രങ്ങൾക്ക് അപ്രതീക്ഷിത തിരിച്ചടിയായി. തരൂർ സവർക്കറുടെ പേരിലുള്ള പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിൽ നേരത്തെ കോൺഗ്രസ് കടുത്ത അതൃപ്തി അറിയിച്ചിരുന്നു. സവർക്കറുടെ പേരിലുള്ള പുരസ്കാരം തരൂർ ഏറ്റുവാങ്ങിയാൽ കോൺഗ്രസ് കടുത്ത വിഷമഘട്ടത്തിലാകുമായിരുന്നു. അവാർഡ് ദാനം നടക്കുന്ന ദിവസം മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാനായി കൊൽക്കത്തയിലേക്ക് പോകുമെന്നും തരൂരിന്റെ ഓഫീസ് അറിയിച്ചു. മലയാറ്റൂരിൽ കൗമാരക്കാരി ചിത്രപ്രിയയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ്. ആൺസുഹൃത്ത് അലൻ എന്ന 21-കാരൻ കുറ്റം സമ്മതിച്ചതായി പോലീസ് അറിയിച്ചു. ബാംഗ്ലൂരിൽ പഠിക്കുന്ന പെൺകുട്ടിക്ക് അവിടെ ആൺസുഹൃത്തുണ്ടെന്ന സംശയത്തെ തുടർന്ന് കല്ലുകൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. കാണാതായി 2 ദിവസത്തിന് ശേഷമാണ് വീടിന്റെ 1 കിലോമീറ്റർ അകലെയുള്ള ഒഴിഞ്ഞ പറമ്പിൽ നിന്ന് ചിത്രപ്രിയയുടെ മൃതദേഹം കണ്ടെത്തിയത്. സമീപത്ത് രക്തക്കറയുള്ള കല്ലും പോലീസ് കണ്ടെത്തിയിരുന്നു. മലയാറ്റൂർ മുണ്ടങ്ങാമറ്റും തുരുത്തിപ്പറമ്പിൽ ഷൈജുവിന്റെയും ഷിനിയുടെയും മകളാണ്. ബാംഗ്ലൂരിൽ ഏവിയേഷൻ ബിരുദ വിദ്യാർത്ഥിനിയെ ചിത്രപ്രിയ അവധിക്ക് നാട്ടിലെത്തിയതായിരുന്നു. 6 മുതലാണ് കാണാതായത്. അടുത്തുള്ള കടയിൽ പോകുന്നുവെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ പെൺകുട്ടി പിന്നീട് തിരിച്ചു വന്നില്ല. തുടർന്ന് വീട്ടുകാർ കാലടി പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് 2:20-നാണ് മൃതദേഹം കണ്ടെത്തിയത്. പെൺകുട്ടി ആൺസുഹൃത്തിനൊപ്പം ബൈക്കിൽ പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. മറ്റൊരു ബൈക്കിൽ മറ്റു 2 യുവാക്കളും ദൃശ്യങ്ങളിലുണ്ട്. ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ചയും പെൺകുട്ടി ഇവർക്കൊപ്പമായിരുന്നുവെന്നാണ് പോലീസ് നിഗമനം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് വോട്ട് ചെയ്ത സംഭവത്തിൽ വിമർശനവുമായി CPI നേതാവ് VS സുനിൽകുമാർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വോട്ട് ചെയ്ത സുരേഷ് ഗോപിയും കുടുംബവും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് തിരുവനന്തപുരത്താണെന്നും ഇതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയണമെന്നും സുനിൽകുമാർ ആവശ്യപ്പെട്ടു. നെട്ടിശ്ശേരിയിൽ സ്ഥിരതാമസക്കാരെന്ന് പറഞ്ഞാണ് തൃശൂരിൽ വോട്ട് ചെയ്തത്. ഇപ്പോൾ വോട്ട് ചെയ്തത് തിരുവനന്തപുരത്തെ ശാസ്തമംഗലത്തുമാണ്. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഇതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്രമന്ത്രിയും മറുപടി പറയണമെന്നാണ് ആവശ്യം. സുരേഷ് ഗോപി ജനങ്ങളെ ചതിച്ചെന്നും രാജിവെക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി ഒരു വോട്ടർക്ക് 2 സ്ഥലത്ത് വോട്ടുണ്ടാകാൻ പാടില്ലെന്ന് തൃശൂർ DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് പറഞ്ഞു. എന്നാൽ കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും സമനില തെറ്റിയെന്നായിരുന്നു BJP നേതാവ് B ഗോപാലകൃഷ്ണന്റെ പ്രതികരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും തദ്ദേശ തെരഞ്ഞെടുപ്പിലെയും വോട്ടർ പട്ടിക 2 ആണെന്ന് എല്ലാവർക്കും അറിയാമെന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അനാവശ്യ വിവാദമാണെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. പുളിക്കലിൽ വ്യാജരേഖയുണ്ടാക്കി വോട്ടർ പട്ടികയിൽ പേര് ചേർത്തുന്ന പരാതിയിൽ LDF സ്ഥാനാർത്ഥിക്കെതിരെ കേസെടുത്തു. 16-ാം വാർഡ് സ്ഥാനാർത്ഥി KO നൌഫലിനെതിരെയാണ് കേസെടുത്തത്.
CPM പ്രവർത്തകന്റെ മകളുടെ വോട്ട് ചേർക്കാൻ കൃത്രിമം കാട്ടിയെന്ന പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. കേസിൽ നൌഫൽ മൂന്നാം പ്രതിയാണ്. SSLC ബുക്കിലെ ജനനത്തീയതിയിൽ കൃത്രിമം കാട്ടിയെന്നാണ് FIR-ൽ പറയുന്നത്. 19/2/2007 എന്ന ജനനത്തീയതി 19/2/2006 എന്ന് തിരുത്തിയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ 1/1/2025 18 വയസ്സ് തികയണമായിരുന്നു. കേസിൽ പെൺകുട്ടി ഒന്നാം പ്രതിയും അച്ഛൻ രണ്ടാം പ്രതിയുമാണ്. 2020 ഇല്ലാതാക്കലാണ് ഇരു മുന്നണികളുടെയും ലക്ഷ്യമെന്ന് പാർട്ടി ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ്. 2020-ക്കെതിരെ ഒന്നിച്ചത് 25 പാർട്ടികളുടെ സഖ്യമാണെന്നും സാബു പറഞ്ഞു. LDF-ഉം UDF-ഉം സംയുക്തമായാണ് മത്സരിച്ചത്. ശ്രീനിജൻ MLA-യുടെ നേതൃത്വത്തിലാണ് ഈ സഖ്യം പ്രവർത്തിച്ചത്. കോൺഗ്രസിനെയും CPM-നെയും നിയന്ത്രിക്കുന്നത് ശ്രീനിജനാണെന്നും സാബു എം ജേക്കബ് പറഞ്ഞു. താൻ വോട്ട് ചെയ്യുന്ന ബൂത്തിൽ ബോധപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. വോട്ട് ചെയ്യുമ്പോൾ പോലും ബഹളമുണ്ടാക്കി. പുറത്തേക്ക് വന്നപ്പോൾ ബോധപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കി. പാസുമായി വന്ന മാധ്യമങ്ങളെ ആക്രമിച്ചു. മാധ്യമപ്രവർത്തകർ ഇല്ലായിരുന്നുവെങ്കിൽ താൻ ആക്രമിക്കപ്പെടുമായിരുന്നു. ആ പദ്ധതി പാളിയതുകൊണ്ടാണ് മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചതെന്നും സാബു ആരോപിച്ചു. ഇതിനിടെ കിഴക്കമ്പലത്ത് നടന്ന അക്രമ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. സർവകലാശാലകളിലെ VC നിയമന തർക്കത്തിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കറും നിയമമന്ത്രി P രാജീവും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ മഞ്ഞുരുകിയില്ല. വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് ഇരുപക്ഷവും നിലപാട് സ്വീകരിച്ചതോടെയാണ് അനുനയ നീക്കം പാളിയത്. താൻ നിശ്ചയിച്ച VC-മാർ യോഗ്യരെന്ന് ഗവർണർ രാജേന്ദ്ര അർലേക്കർ നിലപാടെടുത്തു. ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി വരാത്തതെന്തെന്ന് ഗവർണർ മന്ത്രിമാരോട് ആരാഞ്ഞു. മുഖ്യമന്ത്രി മുൻഗണനാക്രമം നിശ്ചയിച്ചത് എങ്ങനെയെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ലെന്നും ഗവർണർ മന്ത്രിമാരോട് പറഞ്ഞു. തർക്കം തുടരുന്നതിൽ കേസ് പരിഗണിച്ച ജസ്റ്റിസ് JB പർദിവാലയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ച് കഴിഞ്ഞ ദിവസം കടുത്ത അതൃപ്തി അറിയിച്ചിരുന്നു. ജസ്റ്റിസ് ധൂലിയ സമിതി നൽകിയ പട്ടികയുടെ അടിസ്ഥാനത്തിൽ സമവായം ഉണ്ടായില്ലെങ്കിൽ VC നിയമനം ഏറ്റെടുക്കുമെന്ന് സുപ്രീം കോടതി മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് അനുനയ നീക്കം നടന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പീഡന പരാതി നൽകിയ യുവതിക്കെതിരെ സൈബർ അധിക്ഷേപം നടത്തിയ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർക്ക് താൽക്കാലിക ആശ്വാസം. കേസിൽ പോലീസ് റിപ്പോർട്ട് വന്നിട്ടില്ലെന്നും റിപ്പോർട്ട് വരുന്നവരെ അറസ്റ്റ് ചെയ്യില്ലെന്നും പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചു. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിച്ചു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.